എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വ്യത്യസ്തമായ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഓവനിലും കുക്കറിലും സോസ് പാനിലൊക്കെയാണല്ലോ നമ്മൾ സാധാരണ കേക്ക് തയ്യാറാക്കുന്നത്. എന്നാൽ അതിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പുണ്ടല്ലോ, അതിൽ വട്ടയപ്പം കിണ്ണത്തപ്പമൊക്കെ സ്റ്റീം ചെയ്തെടുക്കുന്ന രീതിയിലാണ് നമ്മളിന്ന് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നത്. ഇതിന് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, അതുപോലെ ബട്ടർ പേപ്പറും വേണ്ട. ഞാനിതിലേക്ക് മുട്ടയും ചേർക്കണില്ല. ചോക്ലേറ്റ് ഗനാഷ് ചെയ്ത് ഈസി ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം മൈദ എടുത്തു വെച്ചിട്ടുണ്ട്, പഞ്ചസാര പൊടിച്ചത് 100 ഗ്രാം, പാല് ആവശ്യത്തിന്, തൈര് 2 സ്പൂൺ, സൺഫ്ലവർ ഓയിൽ 2 സ്പൂൺ, കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ, വാനില എസൻസ്, ബേക്കിംഗ് പൗഡർ 1 സ്പൂൺ. ആദ്യം തന്നെ നമുക്ക് മൈദമാവും ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിക്കണം. ഞാൻ 2 വട്ടം അരിച്ചതാണ്. ഞാൻ അറിയാത്തവർക്കായി ഒന്നും കൂടിയും ഇത് അരിച്ച് കാണിക്കുകയാണ്. ഇത് നന്നായി അരിച്ചെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുന്നേ ബ്ലാക്ക് ഫോറസ്റ്റ്, റെഡ് ഫോറസ്റ്റ്, മാർബിള്, വാനില സ്പോഞ്ച് കേക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി അത് കാണണം. അതിലെല്ലാം ഞാൻ വിശദമായിട്ടെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയണില്ല. 1 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ബേക്കിംഗ് സോഡ വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ അരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാം. 100 ഗ്രാം പൊടിച്ച പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ഇതിലേക്ക് മാറ്റങ്ങൾ വരുത്താം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് തൈര് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നല്ല കട്ട തൈരായിട്ടിരിക്കണം, അതുപോലെ തന്നെ പുളി ഉണ്ടാവരുത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാം. ഇനി ഒന്ന് ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് സിറപ്പാണ് ആഡ് ചെയ്യണത്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ് സിറപ്പ് കയ്യിലില്ലാത്തവർ ഈ സമയത്ത് ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഉരുക്കി ചേർക്കുകയോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ 1 കഷ്ണം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയോ ബീറ്റ് ചെയ്യുകയോ ചെയ്യണം. ബട്ടറിന് പകരമാണ് ഞാൻ ഈ സോസ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ബീറ്റ് ചെയ്ത് നമുക്കൊരു ക്രീം കളറായിട്ട് കിട്ടും. അതുവരെയ്ക്ക് ബീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ബീറ്ററോ ഹാൻഡ് മിക്സോ എന്ത് വേണമെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ വിസ്ക് ഇല്ലാത്തവർക്ക് സ്പൂൺ വെച്ചിട്ടായാലും ചെയ്യാൻ സാധിക്കും. ഞാനിനി സ്പൂൺ വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മിക്സ് ബീറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിട്ടിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ മുട്ടയ്ക്കൊക്കെ പകരമായിട്ട് പാല് ആണ് ഇതിൽ ആഡ് ചെയ്യണത്. ഇനി നമുക്കിത് എല്ലാം ഇട്ട് മിക്സ് ചെയ്യണ സമയത്ത് ഇളക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം പാല് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലിൻ്റെ അളവ് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയാത്തത്. നമ്മളത് ഒഴിച്ച് മിക്സ് ചെയ്യണതിനനുസരിച്ച് വേണം നമ്മൾ പാലൊക്കെങ്കിലും. ഞാൻ 150 ml കപ്പിൽ 1/2 കപ്പ് പാലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ച് മിക്സ് ചെയ്യാം. കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ബാറ്റർ ഒഴിച്ച് നമ്മൾ അലുമിനിയം ഫോയിൽ കൊണ്ടൊക്കെ അടച്ച് നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ അതൊന്നും ഇല്ലാതെ തന്നെ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ തടവി നമുക്ക് ഇതൊഴിച്ച് സ്റ്റീം ചെയ്യാം. നമുക്ക് 2 രീതി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മേലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്താൽ ഒത്തിരി ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ടാണ് നമ്മളത് ഗനാഷ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി അത് കാണണം, അത് ട്രൈ ചെയ്യണം. അതിനുശേഷം കേക്ക് ഉണ്ടാക്കി അതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്യണം. നമ്മൾ കേക്ക് ടിന്നെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ആഡ് ചെയ്തിട്ടാണ് ഇത് കറക്റ്റാക്കി വെച്ചിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നമുക്കിനി ഇത് കേക്ക് ടിന്നിലേക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാം.
ഒരിക്കലും കേക്ക് ടിന്ന് ഫുള്ളായി വരെ ഒഴിക്കരുത്, ഇത് വീർത്ത് വരും. അതുകൊണ്ട് പകുതി വരെ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം എയർ ബൗൾസ് വരാതിരിക്കാനായിട്ട് നന്നായിട്ട് തട്ടി കൊടുക്കാം. ഇനി നമുക്കിത് അലുമിനിയം ഫോയിൽ വെച്ച് കറക്റ്റായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് അടച്ച് വേവിച്ചെടുക്കാം. ഒരു 40 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ നമ്മൾ ഇത് വേവിക്കേണ്ട ആവശ്യമുണ്ട്. എന്തായാലും ഒരു 45 മിനിറ്റിന് ശേഷം നിങ്ങളത് തുറന്ന് നോക്കാൻ പാടുള്ളൂ, എങ്കിലാണ് കറക്റ്റായിട്ട് വേവുള്ളൂ. കേക്കിൻ്റെ ബാറ്ററി വെച്ചതിന് ശേഷം നമ്മൾ 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം. അതിനുശേഷം നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ വെള്ളം വറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എനിക്ക് വെള്ളം വറ്റാറില്ല, ഒരു മണിക്കൂറൊക്കെ ഇത്രയും വെള്ളം ഒഴിച്ചാൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ നിങ്ങളതൊന്ന് 30 മിനിറ്റിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യണം. അഥവാ വെള്ളം കുറവാണെങ്കിൽ വെള്ളം തിളച്ചത് ഒഴിച്ച് അത് പിന്നെ വേവിക്കണം. നമുക്കിനി ഒരു 50 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇനി നമ്മുടെ അടുത്ത് കേക്ക് ടിന്നും ബട്ടർ പേപ്പറും ഒന്നും ഇല്ലെങ്കിൽ തന്നെയായാലും നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായി സാധിക്കും. അതിനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ തടവാം. അതിനുശേഷം അതിലേക്ക് ആവശ്യാനുസരണം ബാറ്റർ ഒഴിച്ച് അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ബട്ടർ പേപ്പർ ഉള്ളവർക്ക് അത് ബട്ടർ പേപ്പർ അടിയിൽ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓയിൽ ഒത്തിരി നന്നായിട്ട് തന്നെ പരട്ടി കൊടുക്കണം. ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ 2 കേക്കുകളും സോഫ്റ്റായി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ക്രീം ഗനാഷ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇത് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇതൊന്ന് മുക്കിയതിന് ശേഷം വേണം നമ്മൾ ഗനാഷ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ കേക്ക് അതുമേ പറഞ്ഞു പോരും, അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.